വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെമ്മീനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പിന്നീട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, എരിവനുസരിച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് എത്രയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഈ ചെമ്മീനിലേക്ക് നല്ലതുപോലെ എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് കിട്ടും. ഇതിനെ അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റോസ്റ്റ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്, കോക്കനട്ട് ഓയിലാണ്. നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർക്കുന്നത്. കുറച്ച് തേങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഞാൻ വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്, ഇതിൽ തന്നെ ഇട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സവാള വഴറ്റാനുള്ള നേരമൊന്നും കളയണ്ട. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ കോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചെമ്മീൻ ഒന്നുകൂടെ ഒന്ന് കുക്കായിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ചെമ്മീനൊന്നും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചെമ്മീൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.